ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിസ്മ ക്രാഫ്റ്റ്സ്. ഐ ആം ജിഷ. ജിസ്മ ക്രാഫ്റ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ക്യൂട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മൾ ഡസ്റ്റ്ബിനിലിടുന്ന പിസ്ത ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അതിന് ഇത് കിച്ചൺ ടിഷ്യൂ തീർന്നിട്ടുള്ള ഇതാണ് കേട്ടോ, റോളാണ്. ഇത് യൂസ് ചെയ്യാം. പിന്നെ കട്ടിയുള്ള ഒരു പേപ്പർ. ഈ പേപ്പർ വേണമെന്നില്ല കേട്ടോ, എന്ത് പേപ്പറാണെങ്കിലും കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണെങ്കിൽ മതി. ഇത് ഫ്രഷ് ടു ഹോമിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇതിപ്പോൾ എന്താണെങ്കിലും കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ മതി, അത് വെച്ച് ചെയ്യാം. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മളത് ഇതിങ്ങനെ മടക്കണം. കോൺ ഷേപ്പ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പ് ഇത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഉള്ളിൽ പിടിച്ചിട്ട് വലിക്കാം. ഒരു കോൺ ഷേപ്പായില്ലേ. അതിനുശേഷം നമുക്കിത് പശ വെച്ചിട്ട് ഒട്ടിക്കാം. ഇത് പെയിൻറ് ചെയ്യണ ബ്രഷ് കൊണ്ട് പെയിൻറ് ചെയ്യാം. ഇങ്ങനത്തെ പെയിൻറ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, സ്പ്രേ പെയിൻറ് ചെയ്യാം. ഇങ്ങനത്തെ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ കോണിൽ പെയിൻറ് ചെയ്യണം. ഗ്രീൻ കളർ പെയിൻറ് ചെയ്തിട്ട് വേണം. പിസ്ത ഷെല്ലാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യണത്, പിസ്ത ഷെല്ല് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിതിന് സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യണത്, അതുകൊണ്ട് ഞാനിതിന് കളർ ചെയ്യുന്നില്ല. സ്പ്രേ പെയിൻറ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കളർ ചെന്നോളും, അതുകൊണ്ട് ഞാനിതിന് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് പിസ്ത ഷെല്ല് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിൻറ് ചെയ്യണം. നമ്മൾ ഇന്ന് പെയിൻറ് ചെയ്യുന്നത് സ്പ്രേ പെയിൻ്റാണ്, അക്രലിക് സ്പ്രേ പെയിൻ്റാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം.
നമുക്ക് കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാർഡ്ബോർഡൊന്നും റൗണ്ടിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇത് ചെറുതാണെങ്കിൽ, ഈ ബേസ് ഇത് ചെറുതാണെങ്കിൽ റൗണ്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അതിൽ ഒട്ടിച്ചിട്ട് വെക്കണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായി ഇരിക്കുന്നതുകൊണ്ട് ഞാനതങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ വേറൊരു സ്റ്റാർ ഞാൻ നേരത്തെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണിത്. ഇതുപോലെ നന്നായി ഇരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഇതൊരു 1/2 hour നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു 1/2 hour ഉണങ്ങാൻ വയ്ക്കാം. നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ഈ സ്റ്റാർ ഉണ്ടാക്കിയേക്കണേ ഇവിടെ വെക്കാനായിട്ടാണ്. നമുക്ക് വെക്കാം. നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അതിന് ചെറിയ സ്റ്റാറുകൾ വാങ്ങിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.